ഈ മകൾ ഈ വേദനകളൊക്കെ പങ്കുവച്ചിരുന്നു, ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാം അന്നൊന്ന് പറയുമായിരുന്നു, എന്നോട് വീഡിയോ കോളിൽ വിളിച്ച് പറയുമായിരുന്നു. അച്ഛനോട് പറയത്തില്ല, കാരണം അച്ഛൻ ആരോടെങ്കിലും പറയും, ഇന്ന് നാട് മൊത്തം ആകുമല്ലോ എന്ന് വിചാരിച്ച് അച്ഛനോട് പറയത്തില്ലായിരുന്നു. എല്ലാം എന്നോടായിരുന്നു. വീഡിയോ കോളിൽ ഇത് ഇട്ട് കാണിച്ചു തരും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമമോ, ഞാൻ കരയുമായിരുന്നു. മോളെ ഇനി പോരെന്നും പറഞ്ഞു. നമ്മൾ പറഞ്ഞാലും കൊച്ചുങ്ങൾ കേൾക്കത്തില്ലല്ലോ. ആ മകൾക്ക് ഭർത്താവെന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹമായിരുന്നു. ആ സ്നേഹപ്രകടനം കാണിക്കുമ്പോൾ അവൾ അതേവരെ ചെയ്ത് എല്ലാം മറക്കും അങ്ങ്. മോളു മോളു അതുല്യ മോളു എന്നും പറഞ്ഞ് കെട്ടിപ്പിടി, അത് അങ്ങോട്ടോടെ എനിക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ കെട്ടിപ്പിടിച്ച് പ്രകടനമൊക്കെ കാണിക്കും. പിന്നെ എവിടെയെങ്കിലും ഒരു ബീച്ചിലൊക്കെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പിന്നെ കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ കുഞ്ഞും അതങ്ങ് മറക്കും. പിന്നെ കുഞ്ഞുങ്ങളല്ലയോ, അല്ലാതെ പക്ഷേ ഉള്ളിലൊരു ക്രൂരമുഖം അയാൾക്കുണ്ടായിരുന്നു. ഉണ്ട്. എൻ്റെ കുഞ്ഞിന് നിശ്ചയം കഴിഞ്ഞതിന് തൊട്ടേ മാനസികമായിട്ട് അവൻ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവൻ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു സ്വസ്ഥത എൻ്റെ കുഞ്ഞിന് ഈ 11 വർഷത്തിനകം അവൻ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ കുഞ്ഞിന് കിട്ടിയിട്ടേ ഇല്ല. കൊച്ചുമകളെ ഈ ഒരു ബുദ്ധിമുട്ട് കാണണ്ട എന്ന് വെച്ചിട്ട് അവിടുന്ന് കൊണ്ടുവരിക അങ്ങനെയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും തലേന്നും പിറ്റേന്നുമായിട്ട് ഞാൻ എൻ്റെ ഇളയ മോടെടുത്ത് അവർ അനിയത്തിയും ചേട്ടത്തിയുടെ പൈസ ചിലവാക്കി എന്നെ കൊണ്ടുപോയി. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞതാണ്. ഞാനറിയാതെ അടുത്ത വീട്ടിൽ ട്രാവൽ ഏജൻസി അവിടെ നടത്തുന്ന അവരുടെ കയ്യിൽ പാസ്പോർട്ടും സർട്ടിഫിക്കറ്റും അതിൻ്റെ ഇത് കോപ്പിയൊക്കെ കൊടുത്ത് അവർ ഞാനറിയണ്ടെന്നും പറഞ്ഞ് ഇത് ശരിയാക്കി ചേച്ചിയെന്നും പറഞ്ഞ് ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞതാണ്. വീടിട്ടിട്ട് ഞാൻ പോകത്തില്ല. അപ്പോൾ അനിയത്തിയും ചേട്ടത്തിയുടെ കൂടി മനഞ്ഞ്. അതിനു മുമ്പേ എന്നോട് ഇളയ മോള് അതുല്യം പറഞ്ഞായിരുന്നു, അമ്മ അച്ഛൻ ഗൾഫ് നാട് കണ്ടിട്ടുണ്ട്, സൗദി 23 വർഷം നിന്ന്, പിന്നെ ഇടയ്ക്ക് വെച്ച് ദുബായ് ജോലിക്ക്, സൗദിയിലെ ജോലി കളഞ്ഞിട്ട് വന്ന് ദുബായി പോയായിരുന്നു 2 വട്ടം. 3 മാസം നിന്നിട്ട് ഇനി പോരുന്നു. അപ്പോൾ മക്കൾ പറഞ്ഞ അമ്മയേ ഉള്ളു കാണാത്ത ഗൾഫ് രാജ്യം, അമ്മയ്ക്ക് ഇപ്പോഴല്ലേ കാണാൻ പറ്റൂ, അതുകൊണ്ട് അമ്മ വന്നേ പറ്റത്തുള്ളൂ, അമ്മ 2 മാസം വന്ന് നിൽക്കണമെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല മോളെ, വീട് ഇട്ടിട്ട് വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അലമാരയുടെ താക്കോല് പിള്ളേർക്കറിയാം ഞാൻ വെക്കുന്ന സ്ഥലം. ഇളയവൾ മൂത്തോടോട് പറഞ്ഞ്, അമ്മ ഇത് ശരിയാക്കാൻ ആധാറും ഒന്നും തരത്തില്ല, സർട്ടിഫിക്കറ്റും ഒന്നും, നീ ഒരു കാര്യം ചെയ്യ. ഇളയവൾ പറഞ്ഞു മൂത്തോട്. അന്ന് ഇവൾ 3 മാസം ഇവിടെ ഉണ്ട് നാട്ടിൽ. നീ അങ്ങനെ സിമി ചേച്ചിയുടെ ഇതെല്ലാം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഇതെല്ലാം ശരി, പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ അമ്മ അറിഞ്ഞാൽ മതിയെന്ന്. പിറ്റേന്ന് പാസ്പോർട്ട് ഓഫീസിൽ ഇപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ കുളിച്ച് വരിക. ഞാൻ ചോദിച്ചാൽ എവിടെ പോകാനാ? അത് അമ്മ പാസ്പോർട്ട് ശരിയാക്കാം, അവിടെ ഓഫീസിൽ കൊല്ലത്ത് പോകാനാ. ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല, നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്തതേ ഉള്ളൂ, ഞാൻ ഈ വീടിട്ടിട്ട് വരത്തില്ല. വീട് നശിച്ചു പോകുന്നു ഞാൻ പറഞ്ഞു, നമ്മളില്ലെങ്കിലേ. അങ്ങനെയാണ് അമ്മ വിദേശത്തേക്ക് പോകുന്നത്, അവരുടെ ഒപ്പം പോയി താമസിച്ചു. അപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? പൊടിക്കുഞ്ഞ് എൻ്റെ കൂടെ ആയിരുന്നു, തന്തയുടെ കൂടെ. തന്തയുടെ ഈ സ്വഭാവത്തിന് പേടിച്ച് 3 ദിവസമേ അവിടെ നിന്നോളൂ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്നെ കാണണം, അഖിലക്കുഞ്ഞായെ കാണാം, അവിടെ നിൽക്കത്തോളെന്നും പറഞ്ഞ് കരഞ്ഞ്. അങ്ങനെ കരഞ്ഞ് തള്ളയും തന്തയും കൂടെ അവിടെ കൊണ്ടാക്കിയതാ കുഞ്ഞിനെ. പിന്നെ ഞാൻ വരുന്ന ദിവസമാണ് തള്ളയും തന്തയോടെ അവിടെ വന്ന്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൂത്ത മോൾ എന്നെ കാണാൻ അവിടെ വരും, ഇളയ മോടെ അടുത്ത്. അങ്ങനെ വന്ന് ചോറൊക്കെ ഉണ്ട്. ഒരു ദിവസം അവൾ അവിടെ തങ്ങി. അവൻ വഴക്കടിച്ച് ഒരു ദിവസം ഞങ്ങൾ വിളിച്ച്, നീ ഇഞ്ഞ് വാന്നും പറഞ്ഞ്. അന്നേരവും ഞങ്ങൾ പറഞ്ഞ്, ഇളയ മോളും പറഞ്ഞ്, മരുമോനും ഇളയ മരുമോനും പറഞ്ഞ്, ഞാനും പറഞ്ഞ്, ഡീ ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ല, നീ ഇനി പോരെ, നിനക്കൊരു കുഞ്ഞ് കിടക്കുന്നില്ലയോ, നീ ബന്ധം ഒഴിഞ്ഞ്, നാട്ടുകാർ കുറേ നാൾ പറയുമെന്നല്ലേ ഉള്ളൂ, നീ ഇനി പോരെ. എന്നെ വേറെ 29 വയസ്സല്ലേ ഉള്ളൂ, 2ാം കെട്ടുകാരായാലും കിട്ടും, നീ അങ്ങനെയും പേടിക്കണ്ട. ഇപ്പോൾ ആൺപിള്ളേർ എത്രയോ ആൺപിള്ളേർ കെട്ടാതെ നിൽക്കുന്നു, ഫസ്റ്റ് കെട്ടുകാർ. എന്നാലും ചിലർ സെക്കൻഡ് മാരേജ് നടത്തുന്നവരുണ്ട്. അന്നിങ്ങനെയും ഞാൻ പറഞ്ഞു കൊടുത്ത് വരാൻ വേണ്ടി. എന്നിട്ട് എൻ്റെ കുഞ്ഞ് എല്ലാം ത്യാഗം സഹിച്ച് അത്രയും നാൾ. എൻ്റെ പൊടിമോളെ സ്കൂളിൽ വിടാൻ 10,000 രൂപ കിട്ടുമല്ലോ, അതിൻ്റെ സ്കൂൾ ഫീസ്, ബസ് ഫീസും സ്കൂൾ ഫീസും ഒക്കെ കിട്ടുമല്ലോ, അത് പഠിക്കട്ടമ്മേന്നും പറഞ്ഞാൽ അത്രയും ഞാൻ എൻ്റെ മോടെ വഴിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗമെല്ലാം സഹിക്കുന്നത്, അയാളുടെ അടിയിടിയെല്ലാം കൊള്ളുന്നത് എന്നും പറഞ്ഞാൽ അവിടെ നിന്നത് ഇത്രയും നാളും. കഴിഞ്ഞ ദിവസം അവസാനമായിട്ട് വിളിച്ചപ്പോൾ എന്തായിരുന്നു പറഞ്ഞത് അമ്മയോട്? അങ്ങനെ ഞാൻ രാവിലെ വിളിച്ചപ്പം കുളിക്കാൻ, അവൾ ചോറ് ആഹാരമൊക്കെ കഴിച്ച് ഹാപ്പിയായിട്ട്. ഞാൻ ചോദിച്ചു, അവനുണ്ട് ഞാൻ ഫോൺ വിളിക്കത്തില്ല, കാരണം
ഇനി നമ്മളെന്തെങ്കിലും വായിൽ നിന്ന് വീണ് അവിടെ അടി ഉണ്ടാവുകയും ചൊല്ലി. ഒരു ദിവസം അതിൻ്റെ 2 ദിവസത്തിന് മുമ്പ് വിളിച്ച് ഞാൻ വിളിച്ചപ്പോൾ ഇവൾ ദുഃഖം എന്നോട് പറഞ്ഞു. അപ്പം ദുഃഖം പറഞ്ഞപ്പോൾ ഏതൊരമ്മയായാലും അത് കേൾക്കുമ്പം നമ്മൾ പ്രതികരിക്കത്തില്ലേ. ഞാൻ അന്നേരം പറഞ്ഞു അന്നാ ഞാൻ അവനെ എതിർത്ത് പറയുന്നത് തന്നെ. ഇവൾ ഈ കയ്യിലെ പാടെല്ലാം കാണിച്ച് തലയ്ക്ക് പ്ലേറ്റ് വെച്ച്, ആഹാരം കഴിക്കുന്ന പ്ലേറ്റ്, ഉടയുന്ന പ്ലേറ്റ് വെച്ച് തലയ്ക്കടിച്ച്, അവൻ ഉപദ്രവിക്കുന്നതെല്ലാം തലയ്ക്കാണ്. അപ്പോൾ 4 തുണ്ടായി മാറിയമ്മേ, എൻ്റെ തല എനിക്ക് അനക്കാൻ വയ്യാമേ, ഈ കൊങ്ങായ്ക്ക് കുത്തിപ്പിടിച്ച് അരമണിക്കൂർ വെച്ച് എന്നിട്ട് ഈ പാടൊക്കെ എന്നെ കാണിച്ച്. ഏതൊരമ്മയായാലും അത് കാണുമ്പം പ്രതികരിക്കത്തില്ലയോ. അപ്പം ഞാൻ അന്നേരം അന്ന് ഞാൻ എവൻ കേൾക്കാം, വീഡിയോ കോളിലെ സ്പീക്കർ ഇട്ട് കേൾക്കാമല്ലോ. അങ്ങനെ ഞാൻ എവൻ കേൾക്കാൻ വേണ്ടി അവൻ്റെ ഈ ഫോൺ കൊടുന്ന് പറഞ്ഞപ്പം അവൾ കൊടുത്തില്ല. അപ്പോൾ അവൻ നല്ലതോണം കുതിര കുടിച്ചിട്ടാണ് അവിടെ കിടക്കുന്നത്. ഏതാണ്ടൊക്കെ പറയുന്ന കുഴയുന്ന നമുക്കൊന്നും മനസ്സിലാവുന്നു. അപ്പം അവൻ കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എന്തിനാടി ഈ സൈക്കോയെ നീ സഹിക്കുന്നത്, ബന്ധം ഒഴിഞ്ഞ് കളയടി, കളഞ്ഞിട്ട് നീ പോരെ, പെൺവർഗത്തിനൂടെ നാണക്കേടാ, ഈ 21-ാം നൂറ്റാണ്ട് ഏതെങ്കിലും പെൺകുഞ്ഞുങ്ങളിങ്ങനെ സഹിച്ച് കിടക്കൂടി എന്ന് പറഞ്ഞ് അവൾ വരാൻ വേണ്ടി. അന്നേരം എൻ്റെ കുഞ്ഞ് പറഞ്ഞമ്മേ, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അതിന് 10,000 രൂപ പഠിക്കുന്ന ആവശ്യത്തിന് കിട്ടാന്ന് വെച്ചാൽ അവൾ വന്നാൽ അവൻ പൈസ അയച്ചു കൊടുക്കത്തില്ല, കുഞ്ഞിൻ്റെ സ്കൂൾ ഫീസും അതിൻ്റെ ചിലവിനും അയച്ചു കൊടുക്കത്തില്ല. അപ്പോൾ അതിന് കിട്ടുമല്ലോ, അത് അത്രയും നാൾ പഠിക്കുമല്ലോ എന്ന് കണക്കാക്കി എൻ്റെ കുഞ്ഞ് ത്യാഗമെല്ലാം സഹിച്ച് അവിടെ നിന്നത്. നമ്മൾ അന്നേരം പറഞ്ഞ് എന്തിനാ അവൻ്റെ 10,000 വീടും വസ്തുവൊക്കെ, അവൻ്റെ പേര് 15 സെൻറ്റ് സ്ഥലവും ഒരു വാർത്ത വീടും ഒക്കെ ഉണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞെടി അത് കണ്ടുകൊണ്ട് നീ കിടക്കണ്ട, ഇവിടെ നിനക്ക് 2 പേര് കൂടെ ഉള്ള വക അനിയത്തിക്കും ചേട്ടത്തി ഒന്നുമില്ല, അവൾക്ക് 10 സെൻറ്റ് ഇവിടെ ഉണ്ട്, ഇളയമോക്ക് വീട് കൊടുത്ത് ആർക്കും എഴുതിയിട്ടില്ല, എന്നാലെങ്കിലും നീ വരാൻ പറഞ്ഞ്, അതെങ്കിലും ഓർത്ത് അവൾക്ക് ഉള്ളത് കൂടെ ഉണ്ടല്ലോ, എന്നാലും അവനെ നമുക്ക് വേണ്ടാടി, ബന്ധം ഒഴിഞ്ഞ് കളയാമെന്ന് അവൻ കേൾക്കുകയും പറഞ്ഞു. കൊച്ചുമോളെ ഈ കാര്യങ്ങൾ ആരെങ്കിലും അറിയിച്ചോ? ആരോടാ? ഇല്ല, അറിയിച്ചില്ല. അത് അവൾ കാണാൻ എനിക്ക് കരയാൻ പറ്റാത്തത്. എല്ലാവരും പറഞ്ഞു കുഞ്ഞ് കരയുമ്പോൾ അതിൻ്റെ അമ്മ ചത്തെന്ന് പറയുമ്പോഴേ അതിന് മാനസികമായിട്ട് ഇത്രയും ദിവസം ഇനി നാട്ടിൽ അത് വരുന്നിടം വരെ നിൽക്കണ്ടേ, അപ്പം അതിനൊരു ഷോക്കാവത്തില്ലേ. അതുകൊണ്ട് അത് കാണാൻ ഞാൻ കരഞ്ഞില്ല. അത് സ്കൂളിൽ നിന്ന് വന്ന് ബാഗ് അങ്ങോട്ട് വെച്ചപ്പം എന്നെ കെട്ടിപ്പിടിച്ച് എന്താ ഇവിടെയൊക്കെ ആൾ നിൽക്കുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടാണ് വന്നതായോ, അറിഞ്ഞിട്ടില്ല എന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ, ഞാൻ തുളസിയമ്മ മറിഞ്ഞടിച്ചിട്ട് തലകറങ്ങി വീണതാണ്, അങ്ങനെ ആൾ കൂടിയതാന്ന് പറഞ്ഞു. അപ്പോഴേ അവരങ്ങ് കൊണ്ടുപോയി അപ്പുറത്തെ വീട്ടിൽ കൊച്ചുങ്ങൾ 3 പേരൂടെ. പിന്നെ ഇങ്ങോട്ട് ഇന്നലെ വിട്ടില്ല. എല്ലാവരും കൂടിയവർ പറഞ്ഞ് വലിയ വയലേക്ക് കരയുമൊന്നും ചെയ്യില്ല, കുഞ്ഞറിയും, എന്തിനു മനസ്സിലാവും, 10 വയസ്സുള്ള കുഞ്ഞല്ലേ, അതിനെ അറിയിക്കണ്ടെന്ന് പറഞ്ഞു, ഇത്രയും ദിവസം നിൽക്കേണ്ടെന്നേ ഇല്ലേ. നിയമ നടപടി വേണം, എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം. ഒരിക്കലും എൻ്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യത്തില്ല. ഇത്രയും വർഷം എൻ്റെ കുഞ്ഞ് ശാരീരികവും മാനസികമായ പീഡനം അതിനുള്ള ശിക്ഷ അവന് നേടിക്കൊടുക്കണം. അതിൻ്റെ കൂടെ എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ നാട്ടിൽ അവിടുത്തെ നടപടിക്രമമൊക്കെ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണം. അത് മരിക്കുന്നതിൻ്റെ തലേന്ന് ഞാൻ പറഞ്ഞില്ലേ, അനിയത്തിയുടെ വീട്ടിൽ പോകുന്നതിന് മുമ്പേ എന്നെ ഒന്ന് ഞാൻ വിളിച്ചങ്ങോട്ട്. ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത്, അവരുടെ നെറ്റ് പോകുമെന്ന് ചൊല്ലി ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത് എന്നും 2 പേരെയും മാറിയും തിരിഞ്ഞും വിളിക്കും. അപ്പോൾ എന്നെ വിളിച്ച് 2 മണിക്കൂറൊക്കെ മൂത്തോള് സംസാരിക്കും. അപ്പോൾ അവിടെ ദുഃഖങ്ങളും ദുരിതവും എല്ലാം A to Z എന്നോട് പറയും. അപ്പം ഞാൻ അതിന് സമാധാനവും പറയും. കുഞ്ഞു കിടപ്പുണ്ട്, നീ ഒന്നും ചെയ്യരുത്, സഹിക്കാൻ വയ്യെങ്കിൽ നീ ഇനി പോരെ, ഒന്നുമില്ലെങ്കിലും കാലയിലൊരു കൊലുസ് ബാക്കിയെല്ലാം അവനെടുത്ത്, നീ അതെങ്കിലും ഉണ്ട്, ഒരു ചെറിയൊരു മിന്നോ 1-2 ചെറിയ ബാക്കി ഇത്രയും കൊടുത്ത 41 പവനും അവനങ്ങ് വായിച്ച്. അപ്പം ഇനിയുള്ള ഏതാണ്ട് ഒരു ചെറിയ 3 ഗ്രാമിൻ്റെ ഒരു നെത്തിയിടാനൊരു മാലയും ഒരു 2.5 പവൻ്റെ ഒരു കൊലുസ് നമ്മുടെ ഇവിടുന്ന് ഇട്ടതാണ്, അതേ ഉള്ളു. ബാക്കി ഇത്രയും സ്വർണ്ണമൊക്കെ പണയത്തിയിരിക്കുക കുറച്ച്. അവന് കൊടുത്തല്ലേ, കുഞ്ഞിന് നമ്മൾ കുറേ കൊടുത്ത്, ചരടുകെട്ടിനൊക്കെ എല്ലാവരും കൊടുത്തായിരുന്നു. ആ സ്വർണ്ണമൊക്കെ കുറച്ച് അരിഞ്ഞാണവും മാലയും അങ്ങനെ കാട്ടളയും അങ്ങനെയൊക്കെ ഇച്ചിരി സ്വർണം അത് പണയിരിക്കുക, നമ്മൾ കൊടുത്തല്ല. ആ കേസ് ഇല്ല, അന്ന് ആ കേസ് ഒത്തുതീർപ്പായെന്നും പറഞ്ഞല്ലേ അവർ
കൗൺസിലർമാരുടെ മുന്നിൽ ഒപ്പിട്ടത്. അപ്പം പിന്നെ അത് അങ്ങനെ ആ കേസ് ഒത്തുതീർപ്പായില്ലേ അങ്ങനെ പിന്നെ പോയത്. എന്തായാലും കൃത്യമായ ഒരു നിയമ നടപടികൾ ഇതിലുണ്ടാകണം എന്ന് തന്നെ അമ്മയും കുടുംബവും ആഗ്രഹിക്കുന്നു. എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ നാട്ടിലെത്തിക്കാൻ ഉള്ളൊരു സംവിധാനം, അവന് എത്രയും പരമാവധി ശിക്ഷ കിട്ടത്തക്ക രീതി, അതേപോലെ ഇനി ഒരു പെൺകുഞ്ഞിന് ഈ ദുർഗതി വരരുത്. അതിനു വേണ്ടി ഇതൊരു പാഠമായിരിക്കണം എല്ലാവർക്കും. എനിക്ക് അത്രയേ പറയാനുള്ളൂ.